നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എങ്ങനെയാണ് ഞാൻ പ്ലാനർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പെർഫെക്റ്റ് ടൈമാണ്. നമ്മളിപ്പോൾ ഏകദേശം 3rd month കഴിഞ്ഞു, അതായത് ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞു, സെക്കൻഡ് ക്വാർട്ടറിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് വീക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മുടെ വീക്ക് പേജസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീക്ക്ലി പേജ് എടുക്കും, അതിനുശേഷം നമ്മുടെ ഡെയിലി സെക്ഷൻ എടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഇതിൽ മീൽ പ്ലാനർ സെക്ഷൻ ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്, പേഴ്സണൽ ഗോൾസ്, വർക്ക് ഗോൾസ്, എക്സ്പെൻസ്, അപ്പുറത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ച കാണാം, ആൻഡ് ബ്രെയിൻ ഡംപ് ഓർ തോട്ട് സെക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റിക്കേഴ്സ് മൈ സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറിൻ്റെ സ്റ്റിക്കർ ബുക്കാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയ സ്റ്റിക്കർ ബുക്കാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും കുറേ പ്രാവശ്യം. ഈ ഒരു സ്റ്റിക്കർ ബുക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം സമ്മർ സീസൺ നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമ്മർ സീസൺ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഉണ്ടായിരുന്നെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരുന്നേനെ. കാരണം ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഫുഡിൻ്റെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് റെസിപ്പീസാണ് ഷൂട്ട് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ. അപ്പോൾ ഫുഡിൻ്റെ ഈ ഒരു കവായി ഡൂഡിൽസ് സെക്ഷൻ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ, ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ സ്റ്റിക്കേഴ്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ ഞാൻ നമ്മുടെ ബോക്സസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഒരു യൂട്യൂബറുണ്ട് സഞ്ജന രാജ്. അപ്പോൾ അവർ കുറച്ച് സ്റ്റിക്കേഴ്സ് പുതിയത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റിക്കേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പല തീമിൽ നമുക്ക് അവൈലബിൾ ആണ്. കോട്ടേജ് ബോക്സ്, ജ്വൽ ബോക്സസ്, കളർഫുൾ ഫ്ലോറൽ ഡിസൈൻസിൽ, കണ്ടോ, വാട്ടർ കളർ തീമിൽ ഒക്കെ അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിക്കർ കളക്ഷൻ ഇതായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ സ്റ്റിക്കർ കളക്ഷൻസാണ്. അപ്പോൾ ഇത് കഴിയാറായി, ഇനി 2-3 പേജേ ഉള്ളൂ, കണ്ടോ. സോ ഇപ്രാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നല്ല ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല പല കിറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ബോക്സസ് മാത്രമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ബോക്സസ് മാത്രമായിട്ട് വാങ്ങാനാണെങ്കിൽ നമുക്ക് ഒരു സെറ്റിൽ 3 ബോക്സ് സ്റ്റിക്കേഴ്സാണ് വരുന്നത്. ഒന്ന് ഇങ്ങനത്തെ ചെറുത്, ഒന്ന് ഇങ്ങനത്തെ മീഡിയം സൈസ് ആൻഡ് ബിഗ് ബോക്സസ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ഫ്ലോറൽ ഡിസൈൻസിലാണ്, കണ്ടോ. ഇത് ഫ്ലോറൽ ഡിസൈൻ, ഇത് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് ഗാർഡൻ ഡിസൈൻ, ജോമെട്രിക് ഡിസൈൻ, അങ്ങനെ പല, ഇത് റെട്രോ ബോക്സസ്, അങ്ങനെ പല ഡിസൈൻസിലാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇന്ന് ഡെൻറ്റി ഡിസൈൻ ബോക്സസ് എന്നുള്ള സ്റ്റിക്കർ സെറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇതെല്ലാം വെച്ചിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സെക്ഷൻ ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ എപ്പോഴും എൻ്റെ വീക്ക് എന്താ പറയുക, ഒറാക്കിൾ കാർഡ് റീഡിംഗ് ആണ് ഞാനിവിടെ എപ്പോഴും എഴുതുന്നത്. അപ്പം ഈ വീക്ക് എനിക്ക് വന്ന റീഡിംഗ് ഇതാണ്. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ, യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്നുള്ള റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ എപ്പോഴും എഴുതും. ഓക്കെ, എല്ലാ വീക്കും ഞാനിത് എഴുതാറുണ്ട്. അപ്പോൾ ഇതിന് മുൻപുള്ള പ്ലാൻ വിത്ത് മീ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പല ടൈപ്പിലുള്ളത് കഴിഞ്ഞ വർഷം. ഈ വർഷം ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഈ പേജിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം മെനു പ്ലാനും ബാക്കി ഉള്ളതൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. സ്പില്ലിറ്റ് എന്ന് പറയുന്നത് മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. മൺഡേ ഞാൻ എപ്പോഴും കുറച്ച് ഫ്രീ ആയിരിക്കും. സോ ചെറിയ ബോക്സ് ഒട്ടിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സൂഷി സ്റ്റിക്കറും കൂടെ കണ്ടു, അതും കൂടെ നമുക്ക് ഒട്ടിക്കാം. ആൻഡ് ട്യൂസ്ഡേ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യാറുണ്ട്, മിക്കപ്പോഴും. അപ്പോൾ ട്യൂസ്ഡേ ഞാൻ കുറച്ച് വലിയ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ബെറി ഷേക്കിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇത് എടുക്കാൻ കിട്ടുന്നില്ല. യെസ്, ഈ സ്പേസ് ആൻഡ് ബ്യൂട്ടി സ്റ്റിക്കേഴ്സ് നല്ലതാണ്, പക്ഷേ ഇത് എൻ്റെ കട്ട് കറക്റ്റല്ല. ചിലപ്പോൾ ഭയങ്കര വീക്കാണ്, പെട്ടെന്ന് തന്നെ കീറി പോകുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ കീറും. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രാമഫോണിൻ്റെ പിക്ചറും കൂടെ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സെറ്റഫിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൺസ്ക്രീൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അത് കാരണം എൻ്റെ കണ്ണിന് നല്ല പണി കിട്ടി. എൻ്റെ കണ്ണ് ഓൾറെഡി ഭയങ്കര സെൻസിറ്റീവാണ്, കൂടുതൽ സെൻസിറ്റീവായി. അത് കഴിഞ്ഞ ശേഷം അത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കണ്ണിന്ന് വെള്ളം വരുമായിരുന്നു. ഭയങ്കര ചെറിയൊരു പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളി ഞാൻ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും എൻ്റെ കണ്ണിന് ഇഷ്യൂ വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ആ സൺസ്ക്രീൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ സൺസ്ക്രീൻ ഞാൻ അതോടെ തന്നെ നിർത്തി യൂസ് ചെയ്യുന്നത്. അതിനി വല്ല കയ്യിലോ വല്ലതും തേക്കാനെടുക്കാം. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഇത് കണ്ണ് സെൻസിറ്റീവ് ആയതുകൊണ്ട് വേറെ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും കണ്ണിന്ന് വെള്ളം വരുന്ന സിറ്റുവേഷനായി. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കും എല്ലാം തീർന്നു. നമ്മൾ മേക്കപ്പ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചതിൻ്റെ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് മുഴുവൻ കുക്കിംഗ് വീഡിയോസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നന്നായി. കാരണം കുറേ ഇപ്പോൾ സമ്മർ റെസിപ്പീസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ സമ്മർ റെസിപ്പീസ്, പുഡിങ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, എനിക്ക് തേഴ്സ്ഡേ കുറച്ച് അധികം വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വലിയ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് ഈ ഒരു, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇപ്പം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റിക്കർ ഭയങ്കര തിന്നാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കീറും. അതുകൊണ്ട് സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിത് ഒട്ടിക്കാൻ പറ്റില്ല. ഓക്കെ,
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കണ്ണിന് റെസ്റ്റിലാണ് ഞാൻ. സോ കുറച്ച് ദിവസത്തേക്ക് തന്നെ എന്തായാലും മേക്കപ്പ് വീഡിയോസ് ഉണ്ടാവില്ല. അപ്പോൾ കണ്ണ് ശരിയാവുന്നു അപ്പോൾ തൊട്ടിട്ട് ഞാൻ മേക്കപ്പ് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അപ്പോൾ അതുവരെ നമ്മൾ കുക്കിംഗ് വീഡിയോസും അല്ലെങ്കിൽ ഈ പ്ലാൻ വിത്ത് മീ വീഡിയോസൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി വിഷു വരികയാണ്. അപ്പോൾ വിഷു റെസിപ്പീസൊക്കെ നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്. എന്തായാലും വിഷു മേക്കപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, കണ്ണെപ്പോൾ ശരിയാവും എന്നുള്ളത്. ഞാൻ ഇതുവരെ അതിനുശേഷം ഒരു പ്രൊഡക്റ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരാത്തത് വീഡിയോയിൽ. ഞാൻ കുറേ വീഡിയോസ് നല്ല നല്ല സ്കിൻ കെയർ മേക്കപ്പ് വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. എല്ലാം ചെയ്തിപ്പോയി. കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണല്ലോ. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നടക്കാറില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാം. അപ്പോൾ ഫ്രൈഡേ വരെ ഉള്ളൂ. നമുക്ക് സാറ്റർഡേ സൺഡേ നെക്സ്റ്റ് മന്താണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പേജ് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അടുത്ത ടേം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ടേമും ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ എവറി 3 months പ്ലാൻ ഞാൻ ചെയ്യാറുണ്ട്. ആദ്യത്തെ ജാനുവരിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൈ 3 months പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 3 months പ്ലാൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്ത് നല്ല പണി നടക്കുന്നുണ്ട്. ചിലപ്പോൾ കോൺസെൻട്രേഷൻ ചില സമയത്തൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ. ഈ സമയത്ത് ഒന്നാമത് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇരിക്കാൻ വയ്യ ഫാൻ ഓഫ് ചെയ്തിട്ട്. കുറച്ച് അത്യാവശ്യം ഞാൻ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത് മതി എന്ന് തോന്നുന്നു. യെസ്, ഇത് മതി. ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കി ചെയ്യാം. ഇനി നമുക്ക് ആ ദിവസങ്ങൾ എത്തുമ്പോൾ ഞാൻ ഡെയിലി എഴുതാറുള്ളതേ ഉള്ളൂ. ഓരോ ദിവസത്തിന് ഒന്നല്ലെങ്കിൽ രാവിലെ എഴുതും, ഇല്ലെങ്കിൽ തലേദിവസം രാത്രി കിടക്കുമ്പോൾ എഴുതിയിട്ട് കിടക്കും. രാവിലെ എണീക്കുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ അത് മിക്കവാറും നടക്കാറില്ല. മിക്കവാറും നടക്കുന്നത് ഞാൻ രാവിലെ എണീറ്റ ശേഷം എഴുതുന്നതാണ് എൻ്റെ വർക്ക്. അപ്പോൾ അങ്ങനെയാണ് മിക്കപ്പോഴും ഞാൻ ചെയ്യുന്നത്. രാവിലെ എണീറ്റുടനെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എഴുതുന്നതാണ് പതിവ്. എനിക്കൊരു ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ അമ്മോ ഇതൊരു ബഹളമാണ്, ഡേ ഇൻ മൈ ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ ചെയ്യാം. ഇനി മീൽ പ്ലാനിങ് സെക്ഷൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് ഹരിയുടെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൺഡേ നൈറ്റ് വല്ലതും ഞാൻ എഴുതുള്ളൂ. ഓക്കെ, പക്ഷേ എൻ്റെ പേഴ്സണൽ ഗോൾസ് ആൻഡ് വർക്ക് ഗോൾസ് നമുക്കിപ്പോൾ എഴുതാം. അതിനുശേഷം ഇത് ഓരോ ദിവസം വരുന്നതനുസരിച്ച് ഫില്ല് ചെയ്യാണ്. വീക്ക്ലി എക്സ്പെൻസ് ഞാൻ ചില സമയത്ത് ഫില്ല് ചെയ്യാറുണ്ട്, ചില സമയത്ത് ഫില്ല് ചെയ്യാറില്ല. ചിലപ്പോൾ ഞാൻ ഈ കോളം വെറുതെ വിടാറാണ് പതിവ്. പിന്നെ ഇത് ഞാൻ എവറി വീക്കെൻഡ് ആവുമ്പോൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീക്കാണ്. ഇതിൻ്റെ ഞാൻ എഴുതിയിട്ടില്ല, കണ്ടോ? അതേമാതിരി. സോ ഇനി ഇതിൻ്റെ പേഴ്സണൽ ഗോൾസ് ഇപ്രാവശ്യം ഈ വീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ മിക്കപ്പോഴും എഴുതുന്നതാണ്, പക്ഷേ റീഡിങ് ഞാൻ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ 2 liters of water. പിന്നെ എൻ്റെ പേഴ്സണൽ ഗോൾ ഇപ്രാവശ്യത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെയുള്ളത്
ഞാനൊരു വെയ്റ്റ് ലോസ് ജേർണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എനിക്ക് ഡെയിലി ഒരു 800 കലോറീസേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്യണം എനിക്ക്. ഇടയിലൊന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഡൽഹി ട്രിപ്പൊക്കെ പോയ ശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതെനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ പേഴ്സണൽ ഗോൾ. വർക്ക് ഗോള് പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യണം. വർക്ക് ഗോള് എൻ്റെ കറക്റ്റായിട്ടാണ് പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് വർക്ക് ഗോളായിട്ടൊന്നും ഇല്ല. കറക്റ്റായിട്ട് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ എഴുതാം. അത്രയേ ഉള്ളൂ നമ്മുടെ വീക്ക്ലി പ്ലാൻ വിത്ത് മീ. കാണുന്നില്ല അല്ലേ? അത്രയേ ഉള്ളൂ നമ്മുടെ വീക്ക്ലി പ്ലാൻ വിത്ത് മീ വീഡിയോ. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി കോളങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. നമ്മൾ ഹൈലൈറ്റ്സാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് നമുക്ക് ഹൈലൈറ്റഡ് കാര്യങ്ങൾ എന്താണ് അതെല്ലാം ഞാനിവിടെ എഴുതി വയ്ക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ഉറപ്പായിട്ടും വാങ്ങി നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.